അതുകൊണ്ടായിരിക്കുമല്ലോ പെട്ടെന്നൊരു ഇഷ്ടം വരാൻ കാരണം. അയ്യോ അമ്മേ, തീ! അമ്മേ, അമ്മയുടെ സാരിയില്ലേ? അമ്മേ, ആ വെള്ളം എടുത്തൊഴിക്ക്. അമ്മേ, വെള്ളം എടുക്ക്. അമ്മേ, വേഗം ഒഴിക്ക്. വെള്ളം ഒഴിക്കണേ. അയ്യോ അമ്മ, ഒഴിക്കോട്ട്. വിഷ്ണുട്ടാ, എന്താ എന്താ പറ്റിയേ? എന്താന്നറിയില്ല, കൈയൊന്നും പാളിപ്പോയി. എന്താ അമ്മ ഇതൊക്കെ? ഇങ്ങനെയൊന്നും ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലല്ലോ. ശരിയാ മോളെ, എന്തോ ഒരു വലിയ ആപത്ത് നമുക്ക് വരാൻ പോകുന്നത് പോലെ. എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ, അത് എന്നെ ഭാഗ്യം. അമ്മ, എന്തായാലും അമ്മ ഒന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തോ വലിയൊരു ആപത്ത് നമ്മുടെ കുടുംബത്തിൽ വരാൻ സാധ്യതയുണ്ട്. അമ്മ ഒരു കാര്യം ചെയ്യ്, പോയി സാരി മാറിയിട്ട് വാ. വിഷ്ണുട്ടാ, ഉറങ്ങിപ്പോയതാണോ? ഏയ്, ഉറങ്ങിപ്പോയതൊന്നുമല്ല. എന്തോ എന്തോ ആ സമയത്ത് സംഭവിച്ചു. പെട്ടെന്ന് ഓർമ്മ പോയ പോലെ. എനിക്കാണെങ്കിൽ കാറിന്റെ നിയന്ത്രിക്കാനും പറ്റിയില്ല, മറ്റാരോ നിയന്ത്രണം ഏറ്റെടുത്ത പോലെ തോന്നി. ശ്യാമേ, ആ കുഞ്ഞേച്ചി ഇവിടെ അമ്മയുടെ സാരിക്ക് തീ പിടിച്ചു. അതെ കുഞ്ഞേച്ചി, ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ തീ ആളി പടർന്നേന്. എന്നിട്ട് അണച്ചു. ഇപ്പൊ ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ ഒരു അപകടത്തിൽ നിന്ന് ഇപ്പൊ രക്ഷപ്പെട്ട് നിൽക്കുക. ആണോ? തലനാരിഴക്കാ രക്ഷപ്പെട്ടെ. കുഞ്ഞേച്ചി, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. ശരി. കൊണ്ട് ഞങ്ങൾ വന്നോളാം. നിങ്ങൾ പുലർച്ചെ തന്നെ കുളിച്ച് റെഡിയായി നിന്നാ മതി. ഇതൊക്കെ പൂജാ സാധനങ്ങളാ. അവലും മലരൊക്കെ ഉണ്ട്, അതൊന്ന് പാറ്റി ക്ലീൻ ചെയ്ത് വെക്കണേ. ചിലപ്പോ നാളെ ഒന്നിന് സമയം കിട്ടുന്ന വരത്തില്ല. അല്ല, പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്കണ്ടേ? ഇല്ലെങ്കിൽ വെളുപ്പിനെ കിടന്ന് ഓടാനൊന്നും പറ്റില്ല, വാങ്ങാനും പറ്റില്ല. എന്റെ പൊന്നു പിള്ളച്ചേട്ടാ, അതൊക്കെ ഞാൻ കൃത്യമായി നോക്കി തന്നെ എടുത്തു വെച്ചിരിക്കുന്നേ. ഇനിയിപ്പോ ഹോമത്തിന് വേണ്ട കുറച്ച് കാര്യങ്ങളും എത്തിക്കാനുണ്ട്. ശരി. അതെ, അപ്പോഴേ ഞങ്ങൾ പോയിട്ട് വരാം. ഇതൊന്ന് റെഡിയാക്കി വെച്ചേക്കണേ. എന്നാ ശരി. വിളിച്ചേട്ടാ. മോളെ, പൂക്കളൊന്നും എടുക്കരുത് കേട്ടോ. ടാറ്റ മോളെ. നീ എന്തെങ്കിലും നോക്കി നിൽക്കുന്ന, ഇതൊക്കെ എടുത്ത് വെക്ക്. രോഹിത് പപ്പി മോളോട് ചോദിച്ചു നോക്ക്. സത്യമ്മ സത്യക്ക് വളയും മാലയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പപ്പിമോള് ചോദിച്ചപ്പോ എന്താ പറഞ്ഞെന്ന്. മോളെ പറഞ്ഞു കൊടുക്ക്, സത്യമ്മ എന്താ പറഞ്ഞെന്ന്. എനിക്കെന്താ ഒന്നും വാങ്ങിത്തരാത്തേന്ന് ചോദിച്ചപ്പോ നിനക്ക് നിന്റെ അച്ഛനും അമ്മയും വാങ്ങിച്ചു തരുമെന്നാ പറഞ്ഞേ. കേട്ടില്ലേ? ഇത്തിരി ഇല്ലാത്ത ഈ കൊച്ചിനോട് സത്യമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നേ? മോളകത്ത് പോയി കളിച്ചോ. അമ്മേ, ഞാൻ ഇതിന്നൊരു പൂ എടുത്തോട്ടെ? എടുത്തോ. എടുത്തിട്ടുണ്ടേ. ഇവിടെ ഇപ്പൊ എന്തൊക്കെ ഹോമം നടത്തിയാലും എന്തെല്ലാം പൂജകൾ ചെയ്താലും സത്യമ്മയുടെ ഇപ്പോഴത്തെ ഈ വേർതിരിച്ച് കാണുന്ന പരിപാടി ഉണ്ടല്ലോ, അതായത് രണ്ട് രീതിയിൽ കുട്ടികളെ കാണുന്ന പരിപാടി,
അതൊട്ടും ശരിയായ പ്രവണതയല്ല. നമ്മുടെ പപ്പിമോൾ എന്താ ഈ വീട്ടിൽ അന്യാണോ? പന്തിയില് പക്ഷാഭേദം കാണിക്കുന്നത് ശരിയല്ല. ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടായിരിക്കില്ല സത്യമേ അങ്ങനെയൊക്കെ പറഞ്ഞത്. എല്ലാം നിന്റെ തോന്നല ശ്യാമേ. ഒരു തോന്നലും അല്ല. പപ്പിയെ സത്യാമ്മ ഇപ്പൊ കാണുന്നത് ഒരു രണ്ടാം കണ്ണുകൊണ്ട് തന്നെയാ. ഇല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ പെരുമാറോ സത്യമ്മ? രോഹിത്തിനല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല. പക്ഷെ പപ്പിക്കത് മനസ്സിലായി. അല്ലാതെ അവള് എന്നോട് ഒന്നും പറയത്തില്ലല്ലോ അതൊന്നും. ശ്യാമേ, ഇനി ഇവിടെ നാളെ മുതൽ ഒരുമിച്ചൊരു കുടുംബം പോലെ കഴിയേണ്ടവരാ നമ്മള്. ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നും നമ്മളെ അതൊന്നും ബാധിക്കില്ല എന്നും കരുതി മുന്നോട്ട് പോകണം. രോഹിത്തെ, എന്നോട് എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, അത് ഞാൻ സഹിക്കും. പക്ഷെ എന്റെ മോളെ ഒറ്റപ്പെടുത്താൻ നോക്കിയാ അത് ഞാൻ സഹിക്കില്ല. ഇവിടെ ഇപ്പൊ നടക്കാൻ പോകുന്നതൊന്നും നല്ല കാര്യത്തിനാണെന്നൊന്നും എനിക്ക് തോന്നില്ല. അമ്മേ, ആ, ദാ വരുന്നു മോളെ.